ഗോസ്റ്റ്സ് ഓഫ് ഹിരോഷിമ. ഇങ്ങനത്തെ ഒരു ബുക്കുണ്ടെന്നാണ് പറയുന്നത്, ഞാൻ വായിച്ചിട്ടില്ല. സോ നമ്മുടെ ഹിരോഷിമ നാഗസാക്കി യുദ്ധത്തിനിടയിൽ, ആ ഒരു ന്യൂക്ലിയർ ബോംബ് എക്സ്പ്ലോഷനിടയിൽ ഉള്ള ഒരു വ്യക്തിയുടെ സർവൈവലാണ് കഥയെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ ആസ്പദമാക്കി അവതാർ 3, 4, 5 ഈ 3 പടങ്ങളും കഴിഞ്ഞതിന് ശേഷം ജെയിംസ് ക്യാമറോൺ അടുത്ത് ചെയ്യാൻ പോകുന്നൊരു പടമാണ് ഗോഡ്സ് ഓഫ് ഹിരോഷിമ. അതൊരു അപ്ഡേറ്റ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ആരെങ്കിലും ആ ബുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റിൽ ലീവ്, അല്ലെങ്കിൽ ഗൂഗിളിൽ നമുക്ക് നോക്കി പഠിക്കേണ്ടി വരും എന്നൊന്നുമില്ല. സിനിമ തന്നെ നമുക്ക് പഠിക്കാം. 3 ഈ ഒരു വർഷം വരുന്നുണ്ട് അവതാർ. അതാണ് കറൻറ്റ്ലി കേൾക്കുന്നൊരു അപ്ഡേറ്റ്. അതിനകത്ത് എന്തായാലും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു വളരെ ഹാർട്ട്ഫുൾ ആയിട്ടുള്ളൊരു ഡെത്ത് ഉണ്ടാവുമെന്ന് കേൾക്കുന്നുണ്ട്. വേറെ ലെവലിലേക്ക് ഫോറിനെ കൊണ്ടുപോകുന്നതാണ് കേൾക്കുന്നത് 3യിൽ നിന്നും. സോ എന്താണെങ്കിലും ഗൈസ് വന്നതിന് ശേഷം നമുക്ക് പറയാൻ പറ്റും ജെയിംസ് ക്യാമറോൻ്റെ പടമാണ്. ജെയിംസ് ക്യാമറോൻ്റെ പടമായിട്ട് നമുക്ക് കാത്ത് തന്നെ കണ്ടു തന്നെ മനസ്സിലാക്കും. ആൻഡ് ഇതാണിപ്പോൾ കറൻറ്റ്ലി കിട്ടുന്നൊരു അപ്ഡേറ്റ്. 4ഉം 5ഉം ഓരോ വർഷങ്ങളായിട്ട് വരും. സോ 3 ഈ വർഷമുണ്ട്. സോ എപ്പോഴാണെന്നുള്ളത് ഡേറ്റ് ലോക്ക് ചെയ്ത് നമുക്ക് അപ്ഡേറ്റ് വരുന്നതായിരിക്കും. കാത്തിരിക്കാം. എത്ര പേര് അവതാറിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട്, എത്ര പേര് ഗോസ്റ്റ്സ് ഓഫ് ഹിരോഷിമയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ടെന്നുള്ളത് കൂടി കമൻറ്റിൽ ലീവ് ചെയ്യാം.